തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇനി മുതൽ സംരംഭ സഭകളും സംസ്ഥാനതല ഉദ്ഘാടനം കാട്ടാക്കടയിൽ മന്ത്രി എം.പി. രാജേഷ് നിർവഹിച്ചു. മന്ത്രി പി. രാജീവ് ചടങ്ങിൽ അധ്യക്ഷനായി. സംരംഭങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന സംരംഭക സഭകളിൽ വ്യാവസായിക അനുബന്ധ വകുപ്പുകളിലെയും പ്രതിനിധികളാണ് പങ്കെടുക്കുക. സർക്കാരിന്റെ സംരംഭക പദ്ധതിയിൽ ആരംഭിച്ച സംരംഭങ്ങളെ ഇടർച്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തേജനം നൽകുക, തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇവർക്ക് വേണ്ട ശരിയായ പിന്തുണ, ഇതാണ് സംരംഭക സഭകളുടെ ലക്ഷ്യം. സംസ്ഥാനതല ഉദ്ഘാടനം കാട്ടാക്കടയിൽ മന്ത്രി എം.പി. രാജേഷ് നിർവഹിച്ചു. ഇനി തദ്ദേശ സ്ഥാപനങ്ങൾ സാധാരണഗതിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രം നിർവഹിച്ചാൽ പോരാ. ആളുകൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുക, ഗ്രാമീണമായ അല്ലെങ്കിൽ പ്രാദേശികമായ പശ്ചാത്തല സൗകര്യ വികസനം, അത് മാത്രം പോരാ. തൊഴിൽ വരുമാനം, അതുപോലെ സാമ്പത്തിക വളർച്ച എന്നിവയുടെ എഞ്ചിനുകളായി തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണം എന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതിനാണ് ഈ ഏകോപിതമായ പ്രവർത്തനം നടത്തുന്നത്. വ്യവസായ വകുപ്പും തദ്ദേശ വകുപ്പും മറ്റു വകുപ്പുകളുമെല്ലാം കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ട് ഈ അവസരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം, സംരംഭകത്വത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് നിലനിർത്തിക്കൊണ്ടുപോകാനും ഇവിടെ നിന്ന് മുന്നോട്ട് കുതിക്കാനും നമുക്ക് കഴിയണം. വ്യവസായ മന്ത്രി പി. രാജീവ് ചടങ്ങിൽ അധ്യക്ഷനായി. അധികാര വികേന്ദ്രീകരണത്തിന്റെ തുടർച്ചയിൽ വ്യവസായ മേഖലയിൽ കേരളം ഇന്ത്യക്ക് നൽകുന്ന ഒരു പുതിയ മാതൃകയാണ് സംരംഭക സഭ. അത് ഇവിടെ തുടക്കം കുറിക്കുന്നു. ഇന്ന് ഒരു വശത്ത് നമ്മൾ വലിയ തോതിൽ നിക്ഷേപ സംഗമം ഫെബ്രുവരി 21-22 എല്ലാ മേഖലയിൽ നിന്നും ലോകം കേരളത്തിലേക്ക് വരുന്നു. മറുവശത്ത് നമ്മുടെ താഴെ തലങ്ങളിൽ, പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ, താഴെ തലങ്ങളിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സഭ. ഇതാണ് ഇൻക്ലൂഷൻ എന്നുള്ളത്. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ വ്യവസായ മേഖലയിലെ പ്രയോഗം എന്നുള്ളത്. IB സതീഷ് MLA, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ K. പത്മകുമാർ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സംരംഭകരും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.